ഞാനാണെങ്കിൽ ഗ്യാസ് കുറ്റി എത്ര രൂപയാണെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് അറിഞ്ഞൂടാന്ന്. ഗ്യാസ് വാങ്ങുന്നില്ലടാ ഈ വീട്ടില്. അതായത് DC തൊട്ടാ കറണ്ട് അടിക്കില്ലടാ എന്ന് ഞാൻ പറയണം. മണ്ടൻ ചോദ്യം. വീട്ടിലെ എല്ലാ ലൈറ്റും ഫാനും ഓൺ ചെയ്തിടണം. കറണ്ട് ബില്ല് ഒരു 5 പൈസ അടയ്ക്കുകയും ചെയ്യരുത്. എത്ര സുന്ദരമായ കിനാശേരി അല്ലേ. ഹലോ നമസ്കാരം, ഞാൻ അഞ്ജലി. പക്ഷേ ഇത് സാധ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലുള്ള കന്നേറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് മഠത്തിൽ സോളാർ ഉള്ളത്. പോകാം വീഡിയോയിലേക്ക്. എൻ്റെ വീട്ടിലെ സകല ലൈറ്റും ഫാനും എനിക്ക് ഓൺ ചെയ്തിടണം. പക്ഷെ ₹1 ബില്ല് വരാൻ പാടില്ല. അപ്പം ഞാൻ എത്ര സോളാർ വയ്ക്കണം? കറണ്ട് ബില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്രയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ബില്ല് വരുന്നതായിരിക്കും. AC ഒന്നും ഇല്ലാത്ത വീട്ടിൽ മാക്സിമം പോയാൽ ഒരു 2000 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 kW വെച്ചിട്ട് അധികം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ മെയിനായിട്ട് സോളാർ വെക്കുന്നത് നമ്മുടെ കറണ്ട് ബില്ല് 0 ആക്കാൻ. 1 ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഇയേഴ്സിലേക്ക് ഒരു വാറണ്ടി കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ബെറ്റർ ചോയ്സ് അല്ലേ. എന്നാ പിന്നെ ഒന്ന് ഇരുന്ന് സംസാരിച്ച് കളയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മഠത്തിൽ സോളാർ കൊല്ലം ജില്ലയുടെ വി ഗാർഡിന്റെ ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. സംസാരിച്ചതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇൻസ്റ്റാൾ ചെയ്തൊരു വീട് നേരിട്ട് കണ്ടാലല്ലേ ഇതെല്ലാം പ്രാക്ടിക്കൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ഞാനിവിടെ കണ്ടു. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒരു ലാഡറായിട്ട് മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എന്താണെന്നറിയാവോ? ഇത് എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നറിയാവോ? ക്ലീനിങ്ങിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ടാണ്. ഇതൊരു ഗവൺമെൻറ് വീടിൻ്റെ മുകളിലുള്ള ഒരു ഗവൺമെൻറ് സോളാർ പവർ പ്ലാന്റ് ആണ്. ചേട്ടാ, എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എല്ലാവരും ഊർജ്ജ ഉപഭോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഇൻസ്റ്റലേഷൻ അവിടെ ചെയ്തു കൊടുത്തിട്ട് എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞ ഒരു ഹിപ്പോക്രസി അല്ലേ? ഹിപ്പോക്രസി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഗുണം മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസ നമുക്ക് ഒരു 2 വർഷം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. 30 വർഷം പാനൽ വാറണ്ടി, സഫീഷ്യൻ്റ് ആയിട്ട് വൈദ്യുതി ആവശ്യങ്ങൾക്ക് ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമുക്ക് KSEBക്ക് വിറ്റ് ക്യാഷ് നമുക്ക് KSEB ഇങ്ങോട്ട് കിട്ടും. എർത്തിങ് കാര്യങ്ങൾ ഇതിൻ്റെ കോമ്പിനേഷൻ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ റെൻറ്റഡ് ഹൗസാണ് താമസിക്കുന്നത്. ഓഫീസും റെൻറ്റഡാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് വരുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് 1200 രൂപയാണ് മാക്സിമം. അതിൽ നമുക്ക് സോളാർ ആപ്ലിക്കബിൾ അല്ല. കൺസ്യൂമേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. 4000-4500 രൂപ വരെ കൺസ്യൂം ചെയ്യുന്ന കറണ്ട് ഉപയോഗിക്കുന്ന ഒരു വീട് പിന്നെ അത് സഫീഷ്യൻ്റ് ആണ്. അതുപോലെ ചേട്ടാ, ഓഫീസിലെ കറണ്ട് ബില്ലിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതില് ഞാൻ ബില്ല് ഇൻസ്പെക്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു 2000 രൂപയിൽ ഫിക്സഡ് ചാർജ് വരുന്നുണ്ട്. 3 ഫേസ് ആണ് കണക്ഷൻ, കൊമേഴ്സ്യലാണ്. 2000 + 2000 ഒരു 4000-4500 ആ റേഞ്ചിൽ നിൽക്കും ബില്ല്. MNREക്ക് ഒരു സബ്സിഡി കിട്ടുന്നുണ്ട്. അത് നമ്മൾ വീട്ടിൽ സോളാർ സ്ഥാപിച്ചതിന് ശേഷം ആ കസ്റ്റമറുടെ തന്നെ കൺസ്യൂമർ നമ്പർ ആണെങ്കിൽ നമുക്ക് വീലിംഗ് ചെയ്യാൻ പറ്റും. KSEB ഒരു വീലിംഗ് ചാർജ് എടുക്കും. അതിന് നമുക്ക് ഒരിടത്ത് വെച്ചാൽ മതി. അത് കൊമേഴ്ഷ്യലായാലും റെസിഡൻഷ്യലായാലും ഏത് തരത്തിലുള്ള ബിൽഡിങ്ങിലാണെങ്കിലും നമുക്ക് സോളാർ വെച്ചിട്ട് ഒരിടത്ത് വെച്ചിട്ട് വീൽ ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പകുതിയോളം നമ്മുടെ സ്ഥലത്ത് മഴയാണ്. ഇത്രയും ഊർജ്ജം നമുക്ക് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണോ? 3 കിലോവാട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കിലോവാട്ടിൻ്റെ പുറത്ത് 4 യൂണിറ്റ് വെച്ച് ആവറേജ് കിട്ടുമെന്നാണ് കമ്പനി വി ഗാർഡ് അവകാശപ്പെടുന്നത്. 100% ഉറപ്പ് തരുന്നുണ്ട്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് മഴയുള്ളതും മഴയില്ലാത്തതും ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്തായാലും. 10-600 യൂണിറ്റ് നമുക്ക് കറണ്ട് ഒരു മാസം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു യൂണിറ്റിന് 3 രൂപ 15 പൈസ വെച്ച് നമ്മൾ KSEB ഇങ്ങോട്ട് തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ എക്സീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നമ്മൾ ഉപയോഗം കൂടുതലാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് ചാർജ് മാത്രം അടച്ചാൽ മതി. ചേട്ടാ, അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ ആവശ്യമില്ല അതിന്? ഇൻവെർട്ടറിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ KSEBക്ക് കറണ്ട് സപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ വീട്ടിലേക്കും കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇൻവെർട്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫെയിലിയർ ആകുമ്പോഴത്തേക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. KSEBക്ക് കൊടുക്കുന്ന കറണ്ട് KSEBയുടെ ഫെയിലിയർ ആവുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇതിനൊരു ഇൻവെർട്ടർ വേറെ വീട്ടിലുണ്ടാവും, മിക്ക വീടുകളിലും ഉണ്ടാവും. ഇല്ലാത്തവർ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ്, ഫാന്, TV അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മിസ്റ്റേക്ക് ആണെന്ന് ചേട്ടൻ കറക്റ്റ് ചെയ്യണേ. ചേട്ടാ, ഇപ്പോൾ നമുക്ക് പത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് സബ്സിഡി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് എത്ര ക്യാഷ് ബാക്ക് കിട്ടും, എത്ര സബ്സിഡി കിട്ടും? സോളാർ രജിസ്ട്രേഷൻ എന്ന് പറയും. അത് MNREയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിങ്ങാണ്. അതിൽ നിന്നാണ് നമുക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഞങ്ങൾ വഴിയോ എങ്ങനെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. പക്ഷേ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരവരുടെ ടെലിഫോൺ നമ്പരും അവരവരുടെ പേരും ഒക്കെ ആയിരിക്കണം. അല്ലാതെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്പരൊക്കെ മാറുകയും ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ ചെയ്യാൻ സമയത്ത് ഈ നമ്പർ മാറിപ്പോയി, ആ കസ്റ്റമറുടേതല്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ
കസ്റ്റമർ സ്വയം ചെയ്യുന്നവരത് ശ്രദ്ധിക്കണം. ഞങ്ങളും ഇതിൻ്റെ A to Z പേപ്പർ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. MNREയിലേക്കുള്ള പേപ്പർ വർക്ക്, KCBയിലേക്കുള്ള പേപ്പർ വർക്ക്, അതൊന്നും കസ്റ്റമേഴ്സിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവർക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റ് സൈൻ മാത്രമേ ഉള്ളൂ. 3 കിലോവാട്ട് ആൻഡ് എബോ വരുന്നതെല്ലാം 78,000 രൂപയാണ്. 1 കിലോവാട്ടിനും 2 കിലോവാട്ടിനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. 1 കിലോവാട്ടിന് 30,000, 2 കിലോവാട്ടിന് 60,000. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള എത്രയും നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഈ 78,000 നമുക്ക് കിട്ടുള്ളൂ. 60 ഡേയ്സിനുള്ളിൽ നമുക്ക് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. നമുക്കിപ്പോൾ 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റ് നമുക്ക് വീട്ടിൽ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചിലവ് വരും? സോളാർ പാനൽ അതേപോലെ ഇൻവെർട്ടർ വിഗാർഡിൻ്റെത് തന്നെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റൂഫിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കാണും. ഒരു 2 to 230 ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു ബ്രാൻഡാണ് നമുക്ക് പാനലൊക്കെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളതും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 10-20,000 രൂപയുടെ ഡിഫറൻസ് വരും. ഇതിപ്പോൾ ഒരു 10 കിലോ വാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റലേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജംഗ്ഷനിലെത്തിയപ്പോൾ ചോദിച്ചു ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും ലൈറ്റ് ഫാനും മിക്സിയുടെയൊക്കെ ശബ്ദം കേൾക്കുന്ന വീടല്ലേ, അത് അവിടെ തന്നെ എന്ന് പറഞ്ഞ് അങ്ങോട്ടത്തേക്ക് വിട്ടു. അങ്ങനെയാണ് ഈ വീട്ടിൽ വന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ ലൈറ്റ് ഫാൻ ഓഫ് ആക്കാതെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ നടന്ന് എപ്പോഴും ഓഫാക്കുന്നവരെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ശരിക്കും മറന്നു പോകുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പം കുട്ടികളായാലും നിൽക്കുന്നത്. എന്തായാലും എൻ്റെ വീട്ടിൽ വെക്കണം. എന്താണെന്ന് മനസ്സിലായ താങ്കൾക്ക്? എൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ വീട്ടിലെ ലൈറ്റും ഫാനും ഓഫ് ചെയ്യണം ഈ മനുഷ്യനാണ്. ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കളയും. മനസ്സിലായോ? ഒരു മനുഷ്യൻ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി പോകും, തിരിച്ചു പറഞ്ഞതിന് മുമ്പ് ഇട്ട ലൈറ്റ് ഓഫ് ആവും, എന്നിട്ട് വഴക്കും പറയും. അല്ല അതിലൊരു കാര്യമുണ്ട്. ലൈറ്റ് ഓൺ ചെയ്യുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. താങ്കളുടെ ബോധമണ്ഡലത്തിൽ ഈ ഓഫ് ചെയ്യുക എന്ന് പറയുന്ന സ്വിച്ച് അല്ലെങ്കിൽ ആ വയറിങ് നല്ല ഐഡിയ ആണ്. നമ്മൾ എത്ര മാസമായി ഇപ്പോൾ ശരിക്കും ഒരു ബില്ല് നമ്മൾ അടയ്ക്കുന്നേ ഇല്ല, അടയ്ക്കേണ്ടിയേ? ഞങ്ങളിപ്പോൾ 6 മാസമായി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ഇതുവരെ കറണ്ടിൻ്റെ യാതൊരുവിധ ബില്ലുകളും വന്നിട്ടില്ല. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്ന റീഡിങ് എടുക്കുന്നു, അവർ പോകുന്നു എന്നുള്ളതല്ലാതെ. AC 2 നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാഷിംഗ് മെഷീൻ 2 ഇൻഡക്ഷൻ. ഞാനിപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാറേ ഇല്ല. നേരത്തെ നമ്മൾ വീക്ക്ലി അയൺ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെയിലി അപ്പം അയൺ ചെയ്ത് മാറുന്നു. അപ്പോൾ ഈ ബാലൻസ് വരുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പൈസ വരുമോ? 6 മാസമായതുള്ളൂ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. നമ്മൾ ഇയർലി ആണ് അവർ KCB അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നടത്തി ചെയ്യുന്നതെന്നാണ് നമ്മളോട് അടുത്ത് അന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 6 മന്ത്സോടെ നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും KCB നമുക്ക് എത്ര തരുന്നു എന്നുള്ളത് അറിയാനായിട്ട്. സത്യത്തിൽ കിട്ടുമോ? എന്തോ കിട്ടും, അതോ നോക്കിയിരുന്നോ ഇപ്പം കിട്ടും അതാണോ ലൈഫ്? ക്യാഷ് കിട്ടും. ഒരു യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ അതിന് 3 രൂപ 15 പൈസ നിരക്കിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം KCBയുടെ കുറച്ച് ചാർജസ് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇയർലി, അതായത് മാർച്ചിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഒരു അറിവ്. അതായത് ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കുറേ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. ഒരു ആൻറ്റിക് മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. ഒരു 10-17 കൊല്ലം പഴക്കമുള്ളൊരു ക്വീസാണെന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ വിച്ച് മീൻസ് ഇത് ഇത്രയും കാലമൊക്കെ ഏകദേശമൊക്കെ ഓടും. അപ്പോൾ നമുക്കൊരു 23,000 രൂപയ്ക്ക് ഇല്ല, 23 ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അടുത്ത അപ്രോക്സിമേറ്റ് റേറ്റ്. ആ ഒരു റേറ്റ് മുടക്കി ഒരു സാധനം വെക്കുന്നതിൽ നഷ്ടമില്ല. എപ്പോൾ വേണമെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കാം. എനിക്കാണെങ്കിൽ വീട്ടിലെപ്പോഴും ഈ ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദവും കേൾക്കും. അപ്പം ഇപ്പം പിന്നെ ശീലമായി. ഇപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോഴേ കോളിംഗ് ബെല്ലുമില്ലാണ്. ഞാൻ നേരെ പോകുന്നു, വെള്ളം എടുക്കുന്നു, ചൂടാക്കുന്നു, തിരിച്ചു കൊണ്ടുവരും. ഇതാകുമ്പോൾ ഒരു ടാപ്പ് വിട്ട് ഇനി ഒരു ഓസ് കൂടെ അടുത്ത് വെച്ച് കൊടുക്കും. ആവശ്യമുള്ളപ്പോൾ തുറന്നിട്ട് ഇങ്ങനെ കുടിച്ചോളാൻ പറയണം. 17 വർഷത്തോളമായി. ഇതുവരെ നമുക്ക് യാതൊരു വിധമായ കംപ്ലൈൻറ്റുകളും ഇല്ലാതെ നമുക്ക് ധാരാളം ചൂടുവെള്ളം തരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരു ഡാമേജോ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. വിഗാർഡിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതെന്നാണ്. നമുക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു എന്നറിയാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്കപ്പോൾ ഡെയിലി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ഇന്ന് എത്ര പ്രൊഡക്ഷൻ, എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നടന്നു എന്നുള്ളത്. ഇന്ന് ഒട്ടും വെയിലും ഇല്ലാത്ത ഒരു മഴ ഉള്ള ദിവസമാണ്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. മാക്സിമം എത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 60-70 യൂണിറ്റ് വരെ കിട്ടിയിട്ടുണ്ട് ഒരു ഡേ. ഇടയ്ക്കിപ്പോ നോക്കുമോ? ഇത് നോക്കാറേ ഇല്ല അല്ലേ? ഇതങ്ങനെ നമ്മൾ ആദ്യം എല്ലാ ദിവസവും എടുത്ത് വെച്ച് നോക്കും. പിന്നെ നമ്മൾ ഇതും അങ്ങ് വിട്ടു. പിന്നെ വൺസിന്റെ വീക്ക് എന്തായാലും നമ്മളൊന്ന് നോക്കും. സോളാർ സിസ്റ്റത്തിന്റെ ഹാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് അതിന്റെ ഹൃദയഭാഗം. ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് കാണാം. ഇത് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അതെന്താ തെറ്റിപ്പോയി. DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഇത് നമ്മൾ വിഗാർഡിൻ്റെ 10 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. ഇത് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്. ഇത് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാറിൽ നിന്ന് വരുന്ന പവർ ഫസ്റ്റ് വരുന്ന ഇവിടാണ്. ഇവിടെ നിന്ന് വന്നിട്ട്
AC ആക്കിയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ വരും. AC യുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് പിന്നെ നമുക്ക് മീറ്ററിലേക്ക് പോകും. നെറ്റ് മീറ്റർ ഉണ്ട്, ആ നെറ്റ് മീറ്ററിലേക്ക് പോകും. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. എന്നിട്ട് നേരെ KSEB. ഞാനാണെങ്കിൽ ഗ്യാസ് ഊറ്റി എത്ര രൂപയാണെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് അറിഞ്ഞൂടാന്ന്. ഗ്യാസ് വാങ്ങുന്നില്ലടാ ഈ വീട്ടില്. സത്യം പറഞ്ഞ് മറന്നുപോയി, എത്രയാണെന്നുള്ളത് മറന്നുപോയി. അപ്പൊ തീരെ ഉപയോഗിക്കൂടെ? അത് അല്ലാതെ തന്നെ മാനേജ് ചെയ്യോ? ഉപയോഗിക്കാതായിട്ട് 6 മാസത്തോളം. അതുകൊണ്ട് ഇപ്പം ബുക്കിംഗ് ചെയ്യാറില്ല. അതിൻ്റെ റേറ്റിനെ പറ്റി ഇപ്പം നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ചോദിച്ചപ്പോൾ മറന്നേ പോയി ഗ്യാസിൻ്റെ. അപ്പൊ ഗ്യാസ് ലാഭം, കറണ്ട് ലാഭം, ലാഭമേ ഉള്ളൂ. പറ പറ പറ. അപ്പോൾ വീടുള്ളവരും വീട് വെക്കാനിരിക്കുന്നവർക്കും ഞാൻ തരുന്നൊരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞാൽ, നീന്ത ബ്രേക്ക് ചെയ്യാത്. അല്ല, താങ്കളുടെ വിചാരം അഡ്വൈസ് താങ്കൾ പറഞ്ഞാലേ ആൾക്കാർ എടുക്കൂ എന്നാണല്ലോ. പക്ഷെ അങ്ങനെ അല്ല. എന്നാലും പറഞ്ഞോ. അങ്ങനെയല്ല, അത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടും ഒരു ആധികാരികമായിട്ട് പറയണ്ടായിരിക്കില്ലേ? അങ്ങനെ പറ 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 പറ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് ഒരു 2000 രൂപയ്ക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ, വീട്ടിലെ AC പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സോളാർ പവർ പ്ലാന്റ് വെക്കുന്നത് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. ഒരു 2 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബ്രേക്ക് ഈവൻ കിട്ടും. പിന്നെ സബ്സിഡി സ്കീംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ അത് സപ്പോർട്ടീവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സോളാർ പവർ പ്ലാന്റ് വെക്കൂ. ഊർജ്ജ സംരക്ഷണത്തിൽ എന്താണ് പങ്കാളികളാകൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരമെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി സേവ് ചെയ്ത് വെക്കുകയും വേണം. നിങ്ങളുടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഇതിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കമൻസിൻ്റെ താഴെ കമൻറ്റായിട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് എത്ര സൈസിലുള്ളതാണ്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഇവർ ഫ്രീ ആയിട്ട് വന്ന് പറഞ്ഞുതരും. പിന്നെ ഇവർ എക്സിക്യൂട്ടീവ്സ് ഓൾ കേരള ലെവൽ അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും ഇവർ വന്ന് വർക്കും ചെയ്തു തരും. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ. ഇത് ഒന്നിൽ എന്തെങ്കിലും ഒരു ധാരണ വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഇയാൾക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തിട്ട് വരാം. താങ്ക് യു, ബൈ.